വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ബയോസ്റ്റാറ്റിക്കിൽ വരുന്ന എക്സ്പെരിമെന്റൽ ഡിസൈനിൽ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ആൻഡ് ലാറ്റിൻ സ്ക്വയർ ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷേ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ നല്ല രീതിയിൽ ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം സിമ്പിൾ ആയിട്ട് എന്താണ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്നുള്ളതിന്റെ ക്യാരക്ടേഴ്സ് നോക്കാം. അപ്പൊ ഇതിൽ ഒന്നാമത്തത് കീ കൺസെപ്റ്റ് എന്താണ്? ഡിസൈൻ യൂസ്ഡ് ടു ഇൻക്രീസ് പ്രിസിഷൻ by grouping similar experimental unit into blocks to isolate a non-nuisance variable. ഈ ഒരു ഡെഫിനിഷൻ വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ ഇത്രയുള്ളൂ കാര്യം. ഒരു നിങ്ങളൊരു ഫാർമർ ആണെന്ന് കരുതുക. നമ്മൾ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഇപ്പൊ ഒരു വലിയൊരു ഫാം ലാൻഡിൽ നിങ്ങൾ ഫുള്ള് എന്താ ഇപ്പൊ ചീരിയോ ഏതെങ്കിലും ഒരു കുറച്ച് വലിയ ഫാം ലാൻഡിൽ ഫുൾ ആയിട്ട് നിങ്ങൾ ചീരിയ നടന്നെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ ഏത് ഫെർട്ടിലൈസർ ആണ് കൂടുതലായിട്ട് എന്താ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. പക്ഷെ അവിടെ ഒരു ന്യൂയിസൻസ് വേരിയബിൾ ഉണ്ടാകും. എന്താ ഈ ന്യൂയിസൻസ് വേരിയബിൾ? അതായത് ചീര നടന്ന ആ ഒരു ലാൻഡിലെ എല്ലാ ഏരിയാസും ഒരേപോലെ അല്ലല്ലോ. ചില ഏരിയാസ് നല്ല ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും, ചിലത് നല്ല ലൈറ്റ് കിട്ടുന്ന ഏരിയ, അല്ലെങ്കിൽ ചിലത് വെള്ളം കുറഞ്ഞ ഏരിയ, ചിലത് കുറച്ച് മഡി ആയിട്ടുള്ള ഏരിയ. അങ്ങനെ ആ ഒരു ഫാമിൽ തന്നെ ഓരോ സ്ഥലത്തും പ്രത്യേകമായിട്ടാണ് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ കിട്ടുന്നത് അല്ലെ. നമുക്കറിയാം പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഇവയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു അത്തരം എഫക്റ്റിനെയാണ് ന്യൂയിസൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പ്രിസിഷൻ ആയിട്ട് ആ ഒരു ഫെർട്ടിലൈസേഴ്സിന്റെ ഇഫക്റ്റ് തന്നെ മനസ്സിലാക്കണം. ഓക്കെ, ആ ഒരു ഫെർട്ടിലൈസറിന്റെ ഇഫക്റ്റ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഫെർട്ടിലൈസറിന്റെ ഇഫക്റ്റ് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നാമത്തത് ബയോളജിക്കൽ റിസർച്ച് സ്റ്റാൻഡേർഡ് ആണ്. മെയിൻ ആയിട്ട് ഈ ഒരു റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ യൂസ് ചെയ്യുന്നത് ബയോളജിക്കൽ റിസർച്ചിലും അഗ്രികൾച്ചറൽ സ്റ്റഡീസിലും ഇൻഡസ്ട്രിയൽ ബയോളജിക്കൽ സ്റ്റഡീസിലും ഒക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇന്റർ സബ്ജക്റ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യന്റെ കേസിൽ ഏജ്, വെയിറ്റ്, ബേസ് ലൈൻ ഹെൽത്ത് നമ്മൾ പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഷെയ്ഡ്, ഹൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഏജ് അല്ലെ, നമ്മൾ ആ ഒരു പ്ലാന്റിന്റെ ഏജ് ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സിന്റെ അളവും മാറാൻ ചാൻസ് ഉണ്ടല്ലോ. പിന്നെ ഉള്ളത് ഹോമോജനൈസ്ഡ് ഗ്രൂപ്പ് ആണ്. അതായത് ഞാനിപ്പോ പറഞ്ഞു ഒരു ഫാം ലാൻഡിൽ ഫുൾ ചീരയാണ് നടുന്നതെന്ന് പറഞ്ഞു അല്ലെ. അവിടെ എല്ലാം സെയിം സ്പീഷീസ് അല്ലേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ യൂസ് ചെയ്യുന്നത്. ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ കാണുന്ന ആൾക്കാരൊക്കെ സിമിലർ ആണ്, ഏകദേശം സിമിലർ, ഹൈലി സിമിലർ ആയിട്ടുള്ളതായിരിക്കണം. എന്നാൽ മാത്രമേ അവര് തമ്മിൽ ഒരു ഫെയർ ഫൈറ്റ് നമുക്ക് അതായത് ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴോ ഓരോ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോഴോ ഏതാണ് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് റെസ്ട്രിക്റ്റഡ് റാൻഡമൈസേഷൻ. അതായത് നമ്മൾ സാധാരണ കംപ്ലീറ്റ് ആയിട്ട് ഒരു റാൻഡമൈസേഷനിൽ ഇപ്പൊ ഒരു ചീര മൊത്തത്തിൽ ഞാൻ ബാക്കിയുള്ള ഈ ഒരു ന്യൂയിസൻസ് ഒന്നും കൺസിഡർ ചെയ്യാതെ മൊത്തത്തിൽ നമ്മൾ കുറെ ഓരോ ഏരിയാസിൽ ഓരോ ഫെർട്ടിലൈസേഴ്സ് അങ്ങ് ഇട്ട് കൊടുക്കും. ഏതാണ് നല്ല രീതിയിൽ വരുന്നതെന്ന് അങ്ങ് ചെക്ക് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു റാൻഡമൈസ്ഡ് ബ്ലോക്ക് ടെസ്റ്റിൽ റെസ്ട്രിക്റ്റഡ് റാൻഡമൈസേഷൻ ആണ്. ആദ്യം എന്താ നമ്മൾ കുറെ സെപ്പറേറ്റ് ബ്ലോക്ക് ആക്കിയിട്ട് ആ ഓരോ ഇൻഡിവിജ്വൽസിനാണ് നമ്മൾ റാൻഡം അസൈൻമെന്റ് കൊടുക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, then next ഈ ഒരു റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഒരു ടു വേ അനാലിസിസ് ആണ്. ഓക്കെ, ടു വേ അനാവ മോഡൽ ആണ് ഒരു റാൻഡമൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടേമും കൂടി നിങ്ങൾ ഓർത്തു. അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു ബ്ലോക്ക് ഇഫക്റ്റിൽ ടു വേ അനാവ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ആ ഒരു റാൻഡമൈസ്ഡ് ബ്ലോക്ക് ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ പ്രിസിഷൻ ആണ്, ഹൈലി അക്യുറേറ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രമാറ്റിക്കലി കട്ട് നോയിസ് എറേഴ്സ്. അതായത് നമ്മളിപ്പോ ഈ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കില്ല, നല്ല ലൈറ്റ് കിട്ടുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു പ്ലാന്റ് വളർന്നത് അല്ലേ. പക്ഷെ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനിൽ നമുക്ക് മനസ്സിലാക്കാം ലൈറ്റ് കാരണമാണോ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ തന്നെയാണോ അതിന് കാരണം എന്ന് മനസ്സിലാക്കാം. അതാണ് അവിടെ നോയിസൻസ് അല്ലെങ്കിൽ എറേഴ്സ് ഒക്കെ ഡ്രമാറ്റിക്കലി നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് പവർ ആണ്. അതായത് സ്മോൾ ഇഫക്റ്റ് വരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു റാൻഡമൈസ്ഡ് ബ്ലോക്ക് ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ചെറിയ സബ്ജക്റ്റിനും ചെറിയ സാമ്പിൾസിനും വരെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ കൺട്രോൾ ന്യൂട്രലൈസസ് കോൺഫൗണ്ടിങ് ബയോളജിക്കൽ ട്രേറ്റ്. ആ ഒരു കോൺഫൗണ്ടിങ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ട്രേറ്റ്, അതായത് ആ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിന് കാരണമാകുന്ന മറ്റ് എന്താ എഫക്റ്റിനെ ഒക്കെ ന്യൂട്രലൈസ് ചെയ്തിട്ട് ഈ ഒരു സ്പെസിഫിക് ആക്ടറിനെ കുറിച്ച് മാത്രം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും.
നെക്സ്റ്റ് ലിമിറ്റേഷൻസും ഉണ്ട് കേട്ടോ. അപ്പം പ്രയർ ഇൻഫോ, അതായത് എന്താണ് ബ്ലോക്ക് അല്ലെങ്കിൽ ഏത് സ്പീഷീസിനെ കുറിച്ചാണ്, അതിന്റെ കാര്യകാരണങ്ങൾ, അതിനെ ഇഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രയർ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. അസംഷൻ ഫെയിൽസ് ഇഫ് ട്രീറ്റ്മെന്റ് ആൻഡ് ബ്ലോക്ക് ഇന്ററാക്ട്. എന്നിരുന്നാലും ബ്ലോക്കും ട്രീറ്റ്മെന്റ്, നമ്മൾ എടുക്കുന്ന ആ ഒരു സ്പീഷീസും ട്രീറ്റ്മെന്റും ഇന്ററാക്ട് ചെയ്യുന്നത് ഫെയിൽ ആയാൽ അസംഷൻസും തെറ്റാം. ഓക്കെ. ഡാറ്റ എന്തെങ്കിലും മിസ്സായി പോയാലും അവിടെ എറേഴ്സ് വരാൻ കാരണം ആകും. ദെൻ മാത്ത് കോസ്റ്റ് റെഡ്യൂസസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം കുറയാനും കാരണം ആ ഒരു ലിമിറ്റേഷൻ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ നമുക്കിനി എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ആദ്യം എക്സാമ്പിൾ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു നോയിസൻസ് അല്ലെങ്കിൽ പ്രോബ്ലം കണ്ടുപിടിക്കലാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ലാർജ് ഫീൽഡ് ഉണ്ട് വിചാരിക്കും, ഇത് ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്തേ ഉള്ളൂ കേട്ടോ. ഒരു ലാർജ് ഫീൽഡ് ആണ്. ആ ഒരു ഫീൽഡിൽ നിങ്ങൾ ഒരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരു ഫീൽഡിന്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ കൂടുതലും കുറെ റോസ് ഓഫ് ട്രീസ് ഉള്ളത് കൊണ്ട് അവ ഷെയ്ഡ് ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കും. ദെൻ അതർ സൈഡിലാണെങ്കിലോ ഫുള്ളി സൺ ഉള്ള റീജിയൻ ആയിരിക്കും. ദെൻ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റീജിയൻ, രണ്ടും നിൽക്കുന്ന റീജിയനും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം ഒരു പ്ലാന്റിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഹൈറ്റിന് സൺലൈറ്റ് എഫക്ട് ചെയ്യുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ സൺലൈറ്റ് എഫക്ട് ചെയ്യുന്നുണ്ട്. ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കൂടാതെ സൺലൈറ്റ് നല്ല രീതിയിൽ ഈ ഒരു ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു ഫാമില് ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇന്നേ സ്ഥലങ്ങളൊന്നും നോക്കാതെ ഒരു 2-3 ഫെർട്ടിലൈസേഴ്സ്, ബ്രാൻഡ് എ ഒരു സ്ഥലത്ത്, ബ്രാൻഡ് ബി ഒരു സ്ഥലത്ത്, അങ്ങനെ എവിടെയെങ്കിലും ആയിട്ട് ഇങ്ങനെ പരക്കെ എന്ത് ചെയ്തു, ആക്സിഡന്റലി നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റർ ചെയ്തിട്ട് ആ ഫെർട്ടിലൈസേഴ്സിന്റെ ഇഫക്റ്റ് നോക്കുകയാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ബ്രാൻഡ് എ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ആ ഒരു ഷെയ്ഡഡ് റീജിയനിൽ മാത്രമാണെന്ന് വിചാരിക്കാം. സപ്പോസ് ആ ഒരു ഫെർട്ടിലൈസർ കൊടുത്തു, അത് അതിന്റെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഷെയ്ഡ് കുറവായത് കൊണ്ട് ആ ഒരു പ്ലാന്റ് വളരില്ല അല്ലെ. പക്ഷെ അവിടെ നമ്മൾ വിചാരിക്കുക ഫെർട്ടിലൈസർ ശരിയല്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് അവിടെ വരും. ആ ഒരു കാരണം തെറ്റായി പോകും. ആ ഒരു കാര്യം, ആ ഒരു എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ബ്ലോക്ക് റാൻഡമൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ബ്ലോക്ക് റാൻഡമൈസേഷനിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ സൊല്യൂഷൻ അല്ലെങ്കിൽ ബ്ലോക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വലിയ ലാൻഡ് ഏരിയ ഉണ്ടല്ലോ, ആ ലാൻഡ് ഏരിയനെ കുറെ ബ്ലോക്സ് ആയിട്ട് തിരിക്കുന്നു. ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മളെ നോയിസൻസ് ഏതാണ്, സൺലൈറ്റ് ആണ്. ആ ഒരു നോയിസൻസിനെ സൺലൈറ്റിനെ ബേസ് ചെയ്തിട്ട് 3 ബ്ലോക്ക് ആക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡീപ്പ് ഷെയ്ഡഡ് ആയിട്ടുള്ളതാണ്. ഒരു ഡീപ്പ് ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ തന്നെ നമ്മൾ 3 പ്ലോട്ട് പിന്നെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 പ്ലോട്ട് ഉണ്ട്, അതിൽ 3 ഏരിയാസ്, റീജിയൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ബ്ലോക്ക് 2 ആണ്, പാർഷ്യൽ ഷെയ്ഡ് ആണ്. പാർഷ്യൽ ഷെയ്ഡ്, അവിടെയും 3 പ്ലോട്ട് ഓഫ് ലാൻഡ് ഉണ്ട്. ബ്ലോക്ക് 3 ഫുൾ സൺ ആണ്, അവിടെയും 3 പ്ലോട്ട് ഓഫ് ലാൻഡ് ഉണ്ട്. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ. ഇനിയാണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അതായത് ദ റാൻഡമൈസേഷൻ. ആ ഓരോ ബ്ലോക്കിന്റെ ഉള്ളിലാണ് റാൻഡമൈസേഷൻ ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇപ്പൊ 3 ഫെർട്ടിലൈസേഴ്സിന്റെ കമ്പനീസിനെ നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നീ ഒരു കമ്പനീസ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, യു ഡോണ്ട് ജസ്റ്റ് പുട്ട് ബ്രാൻഡ് എ ഇൻ ദ സൺ ആൻഡ് ബ്രാൻഡ് ബി ഇൻ ദ ഷെയ്ഡ്. അതായത് 3 ഫെർട്ടിലൈസർ ഒന്ന് സണ്ണിൽ കൊടുത്തു, ഒന്ന് ഷെയ്ഡിൽ കൊടുത്തു, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഈ 3 ബ്ലോക്ക് ഉണ്ടല്ലോ, ആ 3 ബ്ലോക്കിലും നമ്മൾക്ക് എത്ര ട്രീറ്റ്മെന്റ് ആണോ ഉള്ളത്, ആ ട്രീറ്റ്മെന്റ് ഈ 3 ബ്ലോക്കിലും ചെയ്യണം. ഓക്കെ, ആ ഒരു വിത്തിൻ ഈച്ച് ബ്ലോക്ക് റാൻഡം ആയിട്ട് എല്ലാ ട്രീറ്റ്മെന്റും ചെയ്യണം. പിന്നെ ബ്ലോക്ക് 1 ഷെയ്ഡ് ആയിട്ടുള്ള റീജിയണൽ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലോട്ട് 1 ഇവിടെ തന്നെ നമ്മൾ 3 പ്ലോട്ട് ആക്കിയിട്ടുണ്ടല്ലോ, ഒരു പ്ലോട്ട് 1 എല്ലാം സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെ ഇവിടെ കിട്ടുന്നത്, എല്ലാം ഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. അതിൽ പ്ലോട്ട് 1 നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രാൻഡ് എ ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക. ദെൻ രണ്ടാമത്തെ പ്ലോട്ട് 2 ബ്രാൻഡ് ബി കൊടുക്കുക. മൂന്നാമത്തിൽ നിങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കൺട്രോൾ, ആ ഒരു സൺലൈറ്റ് എത്രയാണോ ഉള്ളത് ആ ഒരു റേഞ്ചിൽ തന്നെ അങ്ങ് വളർത്തുക. അതേ സെയിം സംഭവം തന്നെ നിങ്ങൾ ബ്ലോക്ക് 2 പാർഷ്യൽ ആയിട്ടുള്ളതിലും ഈ 3 കാര്യങ്ങളും ചെയ്യുക. പാർഷ്യൽ ആയിട്ടുള്ള ബ്ലോക്ക് 3 ആയിട്ടുള്ള ഹൈലി സൺ ആയിട്ടുള്ള ഏരിയയിലും ഈ 3 പ്ലോട്ടിലും ബ്ലോക്കിലും ഓരോ പ്ലോട്ടിലും ഈ 3 ട്രീറ്റ്മെന്റും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. റാൻഡം ആയിട്ട് ചെയ്യാതെ, അതായത് ഓരോ ബ്ലോക്കിനെയും നമ്മൾ ഓരോ ഇൻസൈഡിലും നമ്മൾ ചെയ്യണം. ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക.
അതായത് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ആ ഒരു റീജിയൻസിൽ ബ്രാഞ്ച് എ കൊടുത്തപ്പോൾ 120 സെന്റിമീറ്റർ വളർന്നു, ബ്രാഞ്ച് ബി കൊടുത്തപ്പോൾ 110 വളർന്നു, കൺട്രോൾ അല്ലെങ്കിൽ കൺട്രോൾ ഒന്നും കൊടുക്കാത്തപ്പോൾ 90 സെന്റിമീറ്റർ മാത്രമേ വളർന്നുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ഫെർട്ടിലൈസറിന് ഇഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. രണ്ടാമത്തേലും അതേപോലെ തന്നെ ഫെർട്ടിലൈസറിന് ഇഫക്റ്റ് ഉണ്ട്. ബ്രാഞ്ച് എ ആണ് കൂടുതലായിട്ട് അവിടെയും വളർന്നിട്ടുള്ളത്. മൂന്നാമത്തെ ഫുൾ ഫ്രണ്ടുള്ള റീജിയനിൽ നല്ലോണം വളർന്നു, അതില് ബ്രാഞ്ച് എ എന്നുള്ള ആ ഒരു ഇത് കൊടുത്തപ്പോൾ വീണ്ടും വളർന്നു, ബ്രാഞ്ച് ബി എന്നുള്ളത് കൊടുത്തപ്പോൾ വളർന്നു, കൺട്രോൾ കൊടുത്തപ്പോൾ അതിനേക്കാളും കുറച്ച് കുറവാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 3 സൺ ഉള്ള റീജിയനിലാണ് കൂടുതലായിട്ടും നാച്ചുറലി ടോളർ ആകുന്ന കേസിൽ വളരുന്നത്, ഒന്നാമത്തെ ഒബ്സർവേഷൻ. പക്ഷെ ആ റീജിയനിൽ തന്നെ ഫെർട്ടിലൈസർ കൊടുത്താൽ, അതായത് ബ്രാഞ്ച് എ എന്നുള്ള ഫെർട്ടിലൈസർ കൊടുത്താൽ പിന്നെയും വളരും, കൺസിസ്റ്റന്റ് ആയിട്ട് വളരും. ഓക്കെ, ബിക്കോസ് വി ബ്ലോക്ക്ഡ് ബൈ സൺലൈറ്റ് വി ക്യാൻ സീ ദാറ്റ് ബ്രാഞ്ച് എ consistently outperformed branch B by 10 cm in every environment. Okay, ഓരോ എൻവയോൺമെന്റിലും ബ്രാഞ്ച് എ ആണ് ബ്രാഞ്ച് ബിനേക്കാളും മുന്നിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. ഏത് എൻവയോൺമെന്റ് എടുത്താലും അതേ പാറ്റേൺ ആണ് വരുന്നത്. അപ്പൊ ബ്രാഞ്ച് എ എന്ന ഫെർട്ടിലൈസർ ആണ് നമ്മൾ സൺലൈറ്റ് എന്നുള്ള ന്യൂസൻസ് മറികടന്നിട്ടും ആ ഒരു ഇഫക്റ്റ് നോക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് കൺക്ലൂഷൻ. അതായത് അവിടെ ഫെർട്ടിലൈസറിനെ കുറിച്ച് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് കിട്ടി. Okay, then next നമുക്ക് ഈ ഒരു CRD and RBD ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. CRD എന്ന് പറയുന്നത് കംപ്ലീറ്റ് റാൻഡമൈസ്ഡ് ഡിസൈനും RBD നമ്മളിപ്പം പഠിച്ച റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനും ആണ്. കംപ്ലീറ്റ് റാൻഡമൈസ്ഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫുള്ളി ഒറ്റ റാൻഡം നമ്മൾ ആ ഒരു ഫാം ലാൻഡിനെ ബ്ലോക്ക് ഒന്നും ആക്കാതെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ആ ഒരു കുറച്ച് നമ്മൾ പ്ലോട്ട് എടുത്തു, അവിടെയൊക്കെ നമ്മൾ എന്ത് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് അങ്ങ് കൊടുക്കുക. പക്ഷെ RBD എന്താ റാൻഡമൈസ്ഡ്, ആ ഓരോ ബ്ലോക്കിനെയും നമ്മൾ റാൻഡമൈസ് ചെയ്യുന്നു. ഓക്കെ, then CRD എന്ന് പറയുന്നത് ഓൾ യൂണിറ്റും സിമിലർ ആണ് അല്ലെ. നമ്മൾ RBD-യിലാണെങ്കിൽ ഓരോ ഗ്രൂപ്പ് ആക്കി സിമിലർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓരോ ഗ്രൂപ്പ് ആക്കുകയാണ് ചെയ്തത്. then CRD-യിൽ പ്രിസിഷൻ വളരെ കുറവായിരിക്കും, RBD-യിൽ നല്ല ഹയർ പ്രിസിഷൻ ഉണ്ടായിരിക്കും. then എറർ കൺട്രോൾ എവിടെയാണ് കൂടുതൽ ഉള്ളത്? CRD-യിൽ എറർ കൺട്രോൾ കുറവാണ്, RBD-യിൽ ബെറ്റർ കൺട്രോൾ ഓഫ് എറർ ഉണ്ട്. then കോംപ്ലക്സിറ്റി, ഇതൊരു സിമ്പിൾ ഡിസൈൻ ആണ്, RBD കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്, അതായത് പിന്നെയും ബ്ലോക്സ് ആക്കി ബ്ലോക്സിലാണ് നമ്മൾ റാൻഡമൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് RBD എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ രണ്ടാമത്തേതാണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതും കുറച്ച് കൺഫ്യൂസിംഗ് ആണ് വായിക്കുമ്പോൾ, പക്ഷെ എക്സാമ്പിൾ പറയുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ എന്താണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് an experimental method, ഇവിടെ കൊടുത്തിട്ടുണ്ട്, an experimental method used when there are two sources of variation. നമ്മൾ ഈ ഒരു nuisance factor എന്ന് പറയുന്നത് രണ്ടെണ്ണം ആണെങ്കിൽ മാത്രം ആ ഒരു റിസൾട്ടിനെ എഫക്ട് ചെയ്യുന്ന രണ്ട് nuisance factor ആണ് ഉള്ളതെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോ ഇതില് ഒരു ലാറ്റിൻ സ്ക്വയർ ഡിസൈനിൽ ഈ ഒരു വേരിയേഷൻസ് ഉണ്ടല്ലോ, ഒരു വേരിയേഷനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുന്നത് രണ്ട് ഡയറക്ഷനിലൂടെയാണ് എന്നാണ് പറയുന്നത്. ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, ഇതൊരു സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ സ്ക്വയർ ആകുമ്പോൾ അതിൽ റോസും കോളംസും ഉണ്ടായിരിക്കും. അതിൽ ഒരു റോയിൽ നമ്മൾ ഒരു സോയിൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറും കോളത്തിൽ നമ്മൾ മോയ്സ്ചർ അല്ലെങ്കിൽ ലൈറ്റ് എന്നുള്ള ഫാക്ടറും ആണ് എന്ന് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ ഒരു സ്ക്വയർ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നത്. അപ്പൊ ഇത്രയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ കുറച്ച് പ്രത്യേകതകൾ, ഒന്നാമത്തത് സ്ക്വയർ അറേഞ്ച്മെന്റ് ആണ്. അതായത് ഓരോ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റിന് നമ്മൾ എല്ലാ കോളത്തിലും എല്ലാ റോയിലും നമ്മൾ അറേഞ്ച് ചെയ്യണം. നമ്മളിപ്പം 4 ഫെർട്ടിലൈസറിന്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ആ 4 ട്രീറ്റ്മെന്റും ആ റോയിലും ഉണ്ടായിരിക്കണം, കോളത്തിലും ഉണ്ടായിരിക്കണം. അപ്പം n × n 16 എണ്ണം ഉണ്ടല്ലോ, ആ 16 എണ്ണത്തിൽ ഹാഫ് ആയിട്ട് എല്ലാത്തിലും എന്താ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ ആ ഒരു കാര്യം മനസ്സിലാകും. ഈക്വൽ റെപ്രസെന്റേഷൻ ആണ്, അതായത് ഈച്ച് ട്രീറ്റ്മെന്റ് നമ്മളിപ്പോ ഫെർട്ടിലൈസർ ആണെങ്കിൽ ഓരോ ട്രീറ്റ്മെന്റും ഓരോ റോയിലും ഓരോ കോളത്തിലും കാണണം. ഓക്കെ, കൺട്രോൾ 2 സോഴ്സസ് ഓഫ് വേരിയേഷൻ, രണ്ട് വേരിയേഷൻസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെയും റാൻഡമൈസേഷൻ ആണ്, അതായത് ആ ഒരു സ്ക്വയറിന്റെ ഉള്ളിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുന്നത് എന്നും കൂടി മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ രണ്ട് സോഴ്സസ് ഓഫ് എററിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അവിടെയും പ്രിസിഷൻ
ഹൈ ആണ്. ഓക്കെ, എഫിഷ്യന്റ് യൂസ് ഓഫ് എക്സ്പെരിമെന്റൽ യൂണിറ്റ് ആണ്. പക്ഷെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് ആ എല്ലാ ട്രീറ്റ്മെന്റും നമ്പർ ഓഫ് റോസിനും കോളത്തിനും ഈക്വൽ ആയിരിക്കണം അല്ലെ. അതായത് ബിക്കംസ് കോംപ്ലക്സ് വിത്ത് മെനി ട്രീറ്റ്മെന്റ്. ചില ട്രീറ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. ഓക്കെ, രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടായി കഴിഞ്ഞാലോ ഈ ഒരു ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ അവയ്ക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് എന്താണ് എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെപ്സ് നോക്കിയാൽ ഒന്നാമത്തത് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. നമ്മളെ പ്രോബ്ലം എന്ന് പറയുന്നത് ന്യൂയിസൻസ് ആണ്. ഇവിടെ രണ്ട് സോഴ്സ് ഓഫ് ന്യൂയിസൻസ് ഉണ്ട്. നമ്മൾ എടുത്തേക്കുന്നത് ഏതൊക്കെയാണ്? ഒന്ന് സോയിലിന്റെ ഫെർട്ടിലിറ്റിയും, രണ്ട് വാട്ടറിന്റെ അവൈലബിലിറ്റിയും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഒരു ക്രോപ്പിലാണ് നോക്കുന്നത്. പക്ഷെ ആ ഒരു ക്രോപ്പ് നട്ടേക്കുന്ന ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം അല്ല. കാരണം അവിടെ എന്താ വേരിയബിൾ വരുന്നത്? ഒന്ന് സോയിലിന്റെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഓരോ റോയിലും മാറ്റമാണ്. ഓരോ റോയിലും R1, R2, R3, R4 ഒക്കെ മാറ്റമാണ്. ഓക്കെ, വാട്ടറിന്റെ അവൈലബിലിറ്റി ഓരോ കോളത്തിലും മാറുന്നുണ്ട്, ഓരോ കോളം വൈസ് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും എടുത്തിട്ട് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏതാണ് ഫെർട്ടിലൈസർ ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഒരു സോയിൽ കണ്ടീഷനെയും വാട്ടർ അവൈലബിലിറ്റിനെയും എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലെ. ആ സൊല്യൂഷൻ ആണ് ഇവിടെ ലാറ്റിൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോ എത്ര ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്? 4 ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ 4 × 4 ആ ഒരു 16 സ്ക്വയേഴ്സ് ഉള്ള ആ ഒരു 4 × 4 ഗ്രിഡ് ആയിട്ട് ആ ഒരു ഫീൽഡിനെ നമ്മൾ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഫെർട്ടിലൈസേഴ്സും വൺസ് ഇൻ എവറി റോ, ഓരോ റോയിലും എല്ലാ ഫെർട്ടിലൈസേഴ്സും കാണും. ഇപ്പൊ A ആണെങ്കിൽ A എല്ലാ റോയിലും കാണും, എല്ലാ കോളത്തിലും കാണും. ഓക്കെ, B എന്നുള്ള ഫെർട്ടിലൈസർ ആണെങ്കിൽ B എല്ലാ റോയിലും കാണും, എല്ലാ കോളത്തിലും കാണും. അപ്പൊ എല്ലാ കോളത്തിലും റോയിലും വരുമ്പോൾ അവിടെ രണ്ട് വേരിയേഷൻസ് അല്ലെങ്കിൽ വേരിയേഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. ഇനി റാൻഡമൈസേഷൻ ആണ്. ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. You don't just put fertilizer A in row 1 and column 1 every time. അത് നമ്മൾ ഓരോ ടൈമും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ A എന്ന് പറയുന്ന ഫെർട്ടിലൈസർ ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ടൈമും നിങ്ങൾ റോ 1ലും C1ലും കൊടുക്കാൻ പാടില്ല അല്ലെ. അത് ഓരോ ടൈം റാൻഡം ആയിട്ട് ആ ഓരോ ഓർഡറിൽ നിങ്ങൾ മാറ്റം വരുത്തണം. സെക്കൻഡ് ടൈം ഇവിടെ ആയിരിക്കണം റോ 2ലും C4ലും ആയിരിക്കണം കൊടുക്കേണ്ടത്. ദെൻ റോ 3ല് C3ല് കൊടുത്തു, റോ 4ല് C2ല് കൊടുത്തു. അങ്ങനെ ഓരോ ഏകദേശം ആ ഓരോ അറേഞ്ച്മെന്റ് നമ്മൾ എങ്ങനെയാണോ ആ ഒരു റോസും കോളവും ഓർഡർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ABCD എന്നീ ലാബിൽ ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസറിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുത്ത് നമ്മൾ ആ ഒരു 2 weeks ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഗ്രോത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ആ ഒരു ക്രോപ്പിന്റെ ഗ്രോത്ത് നോക്കിയിട്ട് ആ സോയിലിന്റെയും വാട്ടറിന്റെയും ഇഫക്റ്റ് ഇല്ലാതെ നമുക്കൊരു റിസൾട്ട് കിട്ടും. നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ആ റോയിൽ നമ്മൾ ഇവിടെ A ആണല്ലോ, A അളക്കുമ്പോൾ നമുക്ക് 30 എണ്ണമാണ് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുള്ള കിട്ടിയത്. അങ്ങനെ ഓരോ അളവ് നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രേറ്റ് ചെയ്യുക? അതായത് ഓരോ പ്ലോട്ടിലും ഓരോ ഫെർട്ടിലൈസേഴ്സിനും എത്ര ക്രോപ്സ് വളർന്നു എന്നുള്ള എണ്ണം നമ്മൾ നോക്കുക. ഓക്കെ, ഓരോ റോയിലും ഓരോ ഫെർട്ടിലൈസറും ഉണ്ടല്ലോ, എന്നിട്ട് ആ ഓരോന്നിനെ നമ്മൾ അനലൈസ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഫെർട്ടിലൈസർ A ആണ്. A എന്ന് പറയുമ്പോൾ 4 ഇതിലുള്ള നോക്കണം. 4 ഒന്നാമത്തേത് 30 ആണല്ലോ, രണ്ടാമത്തേത് A എവിടെയാണ് ഉള്ളത്? ഇവിടെയും 30 ആണ്, മൂന്നാമത്തെ ഇവിടെ 31 ആണ്, ഇവിടെ 30 ആണ് അല്ലെ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഫെർട്ടിലൈസർ ആയതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ എല്ലാം കണ്ടുപിടിക്കുമ്പോൾ എല്ലാ റോയിലും ബേസ് ചെയ്തിട്ട് എല്ലാം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഏതാ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്? 33.75% ഏവറേജ് ഫെർട്ടിലൈസർ yield കിട്ടിയിട്ടുള്ളത് ഫെർട്ടിലൈസർ Dക്കാണ്. അപ്പൊ ഫെർട്ടിലൈസർ D ആണ് ഹയസ്റ്റ് ആവറേജ് yield ഉള്ളത്. ഏറ്റവും കുറവുള്ളത് C ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ലാറ്റിൻ സ്ക്വയർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ 2 ടെസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒരു കമന്റ് ബോക്സിൽ അറിയിക്കുക. കാരണം കുറേ സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് കാര്യം ഇങ്ങനെയാണ് എന്ന് ഞാൻ കണ്ടുപിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക.